ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ വലിയൊരു സർപ്രൈസിന്റെ ഭാഗമായിട്ടുള്ള അവസാനത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. ഒരു സുപ്രഭാതത്തിൽ നാട്ടിലേക്ക് പോകാന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് കയറിയിട്ടുണ്ട്. ആ വിശേഷങ്ങളൊക്കെ ഒരു വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഖത്തറിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തുന്ന വരെയുള്ള ഒരു വീഡിയോയും കൂടെ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊരു വലിയൊരു സർപ്രൈസിന്റെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഈ വരുന്നത് ഞങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ആർക്കും തന്നെ അറിയൂല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാൻ നമ്മൾ ഡിസംബറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെയാണ് ഈ ഒരാഴ്ച വെക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പൊ തന്നെ പോയേക്കാന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അങ്ങനെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ ലഗേജ് എടുത്തു കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്കാണ് കേട്ടോ. കുറച്ച് നേരം വൈകിട്ടാണ് ലഗേജ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആരെ അറിയിക്കാണ്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ടാക്സിക്കാണ് കേട്ടാ പോണത്. ലഗേജ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് സിം എടുക്കാൻ വേണ്ടിയാണ് പോണത്. ഞങ്ങളുടെ സിം ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പുതിയ സിമ്മും കൊടുത്തു. അതുപോലെ തന്നെ ടാക്സിയും ബുക്ക് ചെയ്തിട്ടു. അപ്പോൾ ടാക്സിക്കാണ് നമ്മൾ പോണത്. നാട്ടിൽ ആർക്കും അറിയില്ല, പക്ഷെ ഒരാൾക്ക് മാത്രം അറിയായിരുന്നു കേട്ടോ. രാഷ്ട്രീയ പെങ്ങൾക്ക് അറിയായിരുന്നു. അവളുടെ അടുത്ത് നമ്മൾ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങുമ്പോഴും ഇവിടുന്ന് പോരുമ്പോഴും ഒക്കെ അവൾക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ കാര്യങ്ങൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവളാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോണത് രാഷ്ട്രീയ കുഞ്ഞുമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് പോരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മൾ നാട്ടിൽ വരുമ്പോൾ കാറ് റെൻറ്റിനാണ് എടുക്കാറ്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് കൊടുങ്ങല്ലൂർ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ആ കാറിലേക്ക് മാറോട്ടാണ്. എന്നിട്ട് നേരെ കുഞ്ഞുമ്മയുടെ അവിടേക്ക് പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ വെളുപ്പിനാണ് കേട്ടോ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോണ വഴിക്ക് ചെറുതായിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. അപ്പം ഞങ്ങളുടെ വണ്ടി ഇട്ടോടത്തേക്കാണ് ഇപ്പോൾ ഈ ടാക്സിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഫ്രണ്ടിൽ പോണ ബസ്സില്ലേ, അതിനകത്ത് രാഷ്ട്രീയ ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വിചാരം ആളറിഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷെ ആളിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഖത്തറിലുള്ള വേറൊരു ഫ്രണ്ട് അറിയാണ്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടാക്സി ഓടിക്കുന്ന ചേട്ടൻ്റെ അടുത്ത് പതുക്കെ പോയാൽ മതി, ആ ബസ് പോയിട്ട് നമുക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ലോവിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ട് അതിലേക്ക് മാറിയിട്ട് നേരെ കുഞ്ഞുമ്മയുടെ അവിടെ പോയി. അപ്പോൾ ഇവിടേക്കാണ് കേട്ടോ നമ്മൾ വാപ്പച്ചിനും ഉമ്മച്ചിനെയും വരുത്തുന്നത്. പക്ഷെ എനിക്ക് ഇവിടം വരെ ഞാൻ വീഡിയോ എടുത്തെങ്കിലും കുഞ്ഞുമ്മയുടെ ആ ഒരു എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഞാനും ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായപ്പോൾ ക്യാമറ ശരിക്കും താഴേക്കായിപ്പോയി. അപ്പോൾ പിന്നെ അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അവിടെ തന്നെ രാഷ്ട്രീയ ഉമ്മച്ചിയുടെ ഉമ്മയും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വല്യമ്മാനും ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ വാപ്പിച്ച് ഉമ്മച്ചി എത്തിയിട്ടുണ്ട് കേട്ടാ. ഞങ്ങൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുമ്മാനെ കൊണ്ട് അവരെ ഫോൺ ചെയ്യിപ്പിച്ചു. അപ്പം നാത്തൂൻ്റെ മോള് ഇവിടെ ഉണ്ട്. അപ്പം അവക്ക് കാണാൻ തോന്നുന്നു പറഞ്ഞിട്ടാണ് ഇവരെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരിട്ട് പോയിട്ട് സർപ്രൈസ് ആക്കുന്നതിനേക്കാളും ഒന്നും കൂടെ നല്ലതായിട്ട് തോന്നി അവരിങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് പെട്ടെന്ന് ഞെട്ടിക്കാന്നുള്ളത്. ഉമ്മച്ചിയാണെങ്കിൽ നല്ല ടെൻഷനായിരുന്നു കേട്ടോ. ആർക്കോ വയ്യാണ്ടായിട്ടാണ്. അപ്പോൾ വെറുതെ നുണ പറഞ്ഞിട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ വയ്യാണ്ട് ആരോ കിടക്കുന്നൊക്കെയായിരുന്നു. ഉമ്മച്ചി വേറെ ചിന്തകളിൽ പോയിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിയാണെങ്കിൽ തലേ ദിവസം എന്തോ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ണി കാണാൻ തോന്നുന്നു പറഞ്ഞ് വിളിച്ചപ്പോൾ ഉമ്മച്ചി അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ആർക്കോ എന്തോ വയ്യാണ്ടായിട്ടെന്നൊക്കെയുള്ള ടെൻഷനിൽ ആദ്യം പിടിച്ചിട്ടാണ് ഉമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നത്. കുറേ സമയം എടുത്തിട്ടാണ് ഉമ്മച്ചി ആ ഷോക്കിൽ നിന്നൊന്ന് മാറിയിട്ടുണ്ടായിരുന്നത്. ഉമ്മച്ചിയുടെ ഉള്ളിൽ അപ്പോഴും ഈ ഒരു സാധനം തന്നെ അത്രയും പേടിച്ചിട്ടാണ് ഉമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നത്. അത് കേട്ടപ്പോൾ കുറച്ച് വിഷമമായിട്ടോ. പിന്നെ അവരെൻ്റെ അടുത്ത് റാഷ്ക എന്തെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ റാഷ്ക ഡിസംബറിൽ 13 ദിവസത്തെ വെക്കേഷൻ ഉണ്ട്, അന്നേരം വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ആയിട്ടുങ്ങൾ അതും വിശ്വസിച്ചിട്ടാണ് ഇട്ടായിരിക്കുന്നത്. റാഷ്കീൻ്റെ ഇടയിൽ കയറി വരുന്നത് ഒട്ടും അവർ പ്രതീക്ഷിക്കുന്നില്ല. ഇവർ വരുന്ന സമയത്ത് ഞാൻ കിച്ചണിലും റാഷ്ക ഒരു റൂമിലും കയറിയിട്ടാണ് ഒളിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. തലേ ദിവസം 2 വീട്ടുകാരും വിളിച്ചെങ്കിൽ കൂടി പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായന എന്തെങ്കിലും വീഴും. അതുകൊണ്ട് അധികം സംസാരിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല.
അല്ലാതെ അതല്ല ഇന്നലെ രാജി വിളിച്ചു, പക്ഷെ പെട്ടെന്ന് കട്ടാക്കിയതാണോ എന്ന് അറിഞ്ഞോളൂ. അതെല്ലാം എനിക്ക് നല്ല ഉറപ്പുണ്ടായി. ഒരു തരിയും പൊഴിയാതെ പകരാമീ സ്നേഹങ്ങൾ ഉടയോരിത് ഉമ്മയും ഉപ്പയും ഉലകിൽ ഉയരിൻ ശ്വാസങ്ങൾ ഈ മണ്ണിൽ തുടനിങ്ങൾ പകലിരവിൻ പുണ്യങ്ങൾ. മറ്റേ ബോളൊക്കെ മേടിച്ചു കൊടുത്ത് പക്ഷേ ശരിയായിട്ടില്ല. അപ്പൊ ഈ ആഴ്ച വെക്കേഷൻ ഞാൻ വെള്ളിയാഴ്ച പോകും. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ഈ കാണുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. ഒരു പക്ഷെ നമ്മൾ പറഞ്ഞു ചെല്ലുന്നതിനേക്കാളും ഇരട്ടിയാണ് കേട്ടോ അത്. നമ്മളും അതെ ഒരുപാട് ഹാപ്പി ആയിരുന്നു. നിറമഴയിൽ എരിവെയിലിൽ ഒരു കുടയായി ഞാനില്ലേ, ഒരു കരുതൽ കടലാകാൻ എന്നുപ്പാ കൂട്ടുണ്ടേ, നിറരാവിൽ നിലവ് പൊഴിഞ്ഞതുപോലൊരു സ്നേഹം പകരുന്നേ. ഉമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പോൾ വേറെ എന്തോ ആണെന്നുള്ളൊരു ടെൻഷനിൽ പിന്നെ കിട്ടിയൊരു സന്തോഷം അത് ഭയങ്കര വലുതായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് റാഷ്കാട് അനിയനെ വിളിച്ചിങ്ങാനിട്ട് ഒന്ന് പറ്റിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, നിങ്ങളൊന്ന് നോക്കണായിരിക്കും നല്ലത്. ആ, നിങ്ങളുടെ മറ്റേ ഒരു പാർട്ട്ണർ എവിടെയുള്ള? ആളെൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു 2 ദിവസം കൊണ്ട് എത്തും ഒക്കെ വന്ന് നോക്കാന്നൊക്കെ. പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു റെസ്പോണ്ട് ഇല്ല. ആളെവിടെയുള്ള? ഖത്തറിലോ? ആളെ പേരെന്താ? ഷെഫീറ. ആള് മറ്റേ റാഷിദിന്റെ കസിനാണോ? നിങ്ങളാരാ റാഷിന്റെ? അലിക്കുഞ്ഞിരോനാണോ? നീ എവിടെയാ? ഞാൻ ഇന്ന് രാവിലെ വന്ന്. ഹലോ ഹലോ, ഞാൻ റാഷിയണ്ട. ഓലക്കാണ്, ഓലക്ക. എന്നിട്ടല്ലേ പണി നോക്കാൻ വരാന്ന് പറഞ്ഞു. അനിയനാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് റാഷിന്റെ സൗണ്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ വർക്കിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഈ ഒരു സമയത്ത് വരുന്നത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ ആളാകെ കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ റാഷിക്ക് ഒന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ആള് ഒന്ന് സൈലൻ്റ് ആയിട്ടോ, ശരിക്കും ഒന്ന് ഷോക്കായിട്ടുണ്ടായിരുന്നു. ഈ കസ്റ്റമർ ആണോ അതോ റാഷി തന്നെയാണോ എന്നുള്ള ഒരു ഡൗട്ടിലാണ് ആള് നിന്നിരുന്നത്. അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ പത്തിരിയും ഇറച്ചിയും ഒക്കെ കഴിച്ചിങ്ങായിട്ട് വയറിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോണത് അഴീക്കോട് ജെട്ടിയിൽക്കാണ് കേട്ടോ. നമ്മൾ ടാക്സിയിൽ വരുന്ന സമയത്ത് ഒരു ബസ് ഇങ്ങനെ പോണ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അത് ഈ സമയത്ത് സ്റ്റാൻഡിൽ ഉണ്ടാവും. പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ആൾ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ആളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് സർപ്രൈസ് അഭിനയിച്ചിട്ട് ഒരു വീഡിയോ എടുക്കാന്നൊക്കെ ചെറിയൊരു പ്ലാനൊക്കെ ഇട്ട്. പക്ഷെ അഭിനയം തീരെ സെറ്റായില്ല. നമ്മളതൊരു കോമഡിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അഭിനയിച്ച് സർപ്രൈസ് വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ നേരെ പോണത് ഉമ്മാടെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഉമ്മാടെ അടുത്ത് ഞാൻ തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു വാപ്പിച്ചും ഉമ്മച്ചും നാളെ അങ്ങോട്ടേക്ക് വരണമെന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഉമ്മയുടെ അടുത്ത് നേരത്തെ പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം വെള്ളിയാഴ്ച നാട്ടിലേക്ക് പോരുന്ന അന്ന് രാവിലെ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് അവർ വരുന്നുണ്ടെന്ന് കൺഫേം ആണ് കേട്ടോ. അവർ വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മയാണെന്നുണ്ടെങ്കിൽ അവരെയും പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ ഇരുന്നിരുന്നത്. ഉമ്മനെ എവിടേക്കെങ്കിലും പോയാലോ അല്ലെങ്കിൽ നമ്മൾ ആ ചെല്ലുന്ന സമയത്ത് ഉമ്മ വീട്ടിലില്ലെങ്കിലോ അപ്പോൾ ഒക്കെ പാളിപ്പോവില്ലേ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം മുൻകൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 1% പോലും ഞങ്ങളിപ്പോൾ വരുമെന്നുള്ള
എന്നുള്ളത് ഉമ്മയുടെ ചിന്തയിൽ തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഉമ്മ ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. കുറേ നേരം സ്റ്റെക്കായിട്ട് നിൽക്കായിരുന്നു. ആരാ ചെറുകുടലിൻ പടവുകളിൽ മിഴിയിടറാതൊരു തിരിയായി എൻ വരവെന്നും കാക്കാനൊരു നിഴലായി തുണയില്ലേ നിറമഴയിൽ അരിവേ ദുനിയാവിൽ തണലായി ഈ ഉമ്മാന്റെ നിഴലായി എന്നും ഞാനില്ലേ. ഉമ്മ നല്ല ഷോക്കിലായിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കളിച്ചിരിയിൽ കഥ പറയാൻ ഇന്നുമ്മ കൂട്ടുണ്ടേ കഥനത്തെ. ഉമ്മ ആണെന്നുണ്ടെങ്കിൽ നല്ല പത്തിരി ഇറച്ചിയൊക്കെ ഉണ്ടാക്കി വാപ്പിച്ചിമിച്ചും വരുന്നത് നോക്കിയിരുന്നിരുന്നതാണ് കേട്ടോ. ഇതിന്റെ ഇടയിൽ ഉമ്മാനായിട്ട് നിൽക്കണ ഫോട്ടോ എൻ്റെ അനിയനക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോ കണ്ട് അപ്പം തന്നെ അവൻ ഇങ്ങോട്ടേക്ക് വിളിക്കുകയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉമ്മയുടെ ഫോണിൽ നിന്ന് എൻ്റെ നാത്തൂനൊന്ന് വിളിച്ചിട്ട് അവളെ ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട്. ആരാ പത്തിരി ഇറച്ചി വേണോ? അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫോണ് കണക്ട് ചെയ്ത് വിളിക്കുന്നതാണ്. എനിക്ക് അറിയാന്നൊക്കെയാണ് അവള് പറയുന്നത്. കാരണം എന്റെ തലേന്ന് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പോരിന് അന്ന് എയർപോർട്ടിൽ വെച്ചിട്ട് വരെ അവളായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരുന്നു. അപ്പോഴൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവളും നല്ല രീതിയിൽ ഷോക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് പിന്നെയും ഡൗട്ടായിരുന്നു ഈ ഫോൺ കണക്ട് ചെയ്തിട്ടാണോ എന്നുള്ളതൊക്കെ. എന്നിട്ട് ഉമ്മാനെ അടുത്ത് നിർത്തി കാണിച്ചു കൊടുത്തിട്ടാണ് അവള് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്ത് സർപ്രൈസ്? ഇതെന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിന് കേട്ടാ. മുത്തുമ്മയും ചെറുതായിട്ടൊന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ആളും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലിയിലും എല്ലാവരും അറിഞ്ഞു. പിന്നെ ആരെയും അങ്ങനെ സർപ്രൈസ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ.